ഇന്നസെൻ്റ് എന്ന പ്രതിഭാധനായ കലാകാരനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ അവസാനിപ്പിക്കാം. ഞാൻ ഇപ്പോഴും അദ്ദേഹമായുള്ള വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങൾ കയ്യിലുള്ള ഒരാളാണ് ഞാൻ. മാത്രമല്ല നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിലൊക്കെ അദ്ദേഹം ഇത്തിരി വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ചേട്ടാ വിഷമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ കീമോതെറാപ്പിക്ക് പോയി, ഉച്ചവരെ കീമോ ചെയ്തു, അത് കഴിഞ്ഞാണ് ഇപ്പോൾ ടോപ്പ് സിംഗറിൽ ജഡ്ജായി വന്നതെന്നൊക്കെ പറയും. കീമോ ചെയ്തിട്ട് അതുവഴി ജഡ്ജിങ്ങിന് വന്നിരിക്കുന്ന ഒരാളെ നമുക്ക് ആലോചിക്കാൻ കഴിയൂ. അത്ര നിസ്സാരമായി അദ്ദേഹം ക്യാൻസർ രോഗത്തോട് പടപൊരുതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കൊല്ലമായി അദ്ദേഹം കടന്നു പോയിട്ട്. അങ്ങനെ പറഞ്ഞാലും തീരാത്ത ഒരുപാട് കഥകളുണ്ട് ഇന്നസെൻ്റ് തിയേറ്ററുമായി ബന്ധപ്പെട്ട്. ക്യാൻസറിനെ ചിരികൊണ്ട് കീഴ്പ്പെടുത്തിയ അതിജീവനത്തിൻ്റെ പേരാണ് ശരിക്കും ഇന്നസെൻ്റ്. അത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഡോക്ടറായിരുന്നു ഡോക്ടർ BP ഗംഗാധരൻ. ഇന്നും അദ്ദേഹം ഇന്നസെൻ്റ് തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞാൽ ഡോക്ടർ ഗംഗാധരന് 100 നാവാണ്. ഇവർ രണ്ടുപേരും ഇരിങ്ങാലക്കുടക്കാരാണ്. ഒരു സിനിമാ ലൊക്കേഷനിൽ അവസാന സീൻ എടുക്കുന്നതിനിടെയാണ് ഇന്നസെന്റിനോട് ഡോക്ടർ VP ഗംഗാധരൻ ക്യാൻസർ പരിശോധനാ ഫലം വിളിച്ചറിയിക്കുന്നത്. ഏതൊരു മനുഷ്യനെ പോലെയും ഉള്ളിൽ ആദ്യമൊന്ന് പകച്ച ഇന്നസെന്റ് ചിരിയോടെ ലോകത്തോട് തനിക്ക് ക്യാൻസർ ആണെന്ന് വിളിച്ചു പറഞ്ഞു. താരപദവിയും സ്ഥാനങ്ങളും രോഗാവസ്ഥയെ മറച്ചുപിടിക്കാൻ പലരെയും പ്രേരിപ്പിച്ചിരുന്നിടത്ത് ഇന്നസെന്റ് വ്യത്യസ്തനായി. ഒരു സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിംഗ് അവർ പാക്കപ്പ് ചെയ്യുന്ന സമയത്താണ് ഞാൻ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഒരു നീണ്ട ഡയലോഗുണ്ട്, ആ ഡയലോഗ് പറഞ്ഞ് അവസാനിപ്പിക്കണം. അപ്പോൾ ഇന്നസെന്റ് പറയുന്നത് ഒരു ഡയലോഗ് പോയിട്ട്, നീണ്ടൊരു ഡയലോഗ് പോയിട്ട് ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ ദിവസം. പക്ഷേ ഇന്നസെൻ്റെ ഏറ്റവും വലിയ വിജയം, ഇന്നസെൻ്റ് അടുത്ത ദിവസം തന്നെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു എനിക്ക് ക്യാൻസറാണ്. ചിരികൊണ്ട് അങ്ങനെ ക്യാൻസറിനെ കീഴ്പ്പെടുത്തി ഇന്നസെന്റ്. ക്യാൻസറിനെ ചിരിച്ചുകൊണ്ട് നേരിടാൻ പ്രചോദനമായി. ഇന്നസെന്റിന്റെ അതിജീവനത്തിന്റെ ചിരിക്കൂട്ട് ഒരുപാട് പേർക്ക് മരുന്ന് പോലെ കരുത്തായെന്നും ഡോക്ടർ VP ഗംഗാധരൻ പറയുന്നു. ക്യാൻസർ വാർഡിലെ ചിരി ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നസെൻ്റ് ഒരു മരുന്നാണ്. ക്യാൻസർ വീട്ടിലൊരു മരുന്നായിട്ട് തന്നെ കാണേണ്ടി വരും. അതും എല്ലാവരും എല്ലാവരും എന്ന് പറയും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഇന്നസെൻ്റ് ഞങ്ങളുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നു എന്ന് തോന്നാറുണ്ട്. മഹാരോഗത്തിന്റെ ആദിയിൽ ചിരിക്കാൻ മറന്ന 10,000ങ്ങളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ച് ഓർമ്മകളിൽ ഇനിയും ജീവിക്കും ഇന്നസെന്റ്. 24 കൊച്ചി. ഇന്നസെൻ്റ് ചേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ BP ഗംഗാധരൻ തന്നെയായിരുന്നു. ഒരുപക്ഷേ ഇന്നസെൻ്റ് എന്ന മനുഷ്യനെ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞ ഡോക്ടർ ഗംഗാധരനാണ്.